ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ ഒരുക്കുന്ന പാഠപഠന ക്ലാസ്സിലേക്ക് നിങ്ങളേവരെയും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇപ്പോൾ 2025 സെക്കൻഡ് ക്വാർട്ടറിലാണ് നമ്മളായിരിക്കുന്നത്. ഫസ്റ്റ് ക്വാർട്ടറിൽ നമ്മൾ പ്രപഞ്ചത്തിൻ്റെ പോരാട്ടത്തെക്കുറിച്ച്, വൻ പോരാട്ടത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുകയുണ്ടായി. ഈ ക്വാർട്ടറിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സൂചനകൾ, സാദൃശ്യങ്ങൾ, പ്രതീകങ്ങൾ, ബൈബിൾ പ്രവചനങ്ങൾ എങ്ങനെ പഠിക്കാം എന്നതിനെ ആസ്പദമാക്കിയാണ് ഈ ക്വാർട്ടറിലെ പാഠം നമുക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. ഇത് തയ്യാറാക്കിയിരിക്കുന്നത് വോയിസ് ഓഫ് പ്രൊഫസിയുടെ ഡയറക്ടറായ ഷോൺ ബൂസ്റ്ററാണ്. ഒരു ബൈബിൾ സെമിനാരിയിലെ പ്രൊഫസർ എല്ലാ സെമസ്റ്ററിൻ്റെ ആദ്യത്തെ ദിവസത്തിൽ ക്ലാസ്സിൽ വന്നിട്ട് കുട്ടികളോട് ഇങ്ങനെ ചോദിക്കുന്നതാണ്: ബൈബിൾ മനസ്സിലാക്കുന്നതിന് നിങ്ങളെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണം എന്താണെന്ന് ചോദിക്കും. അപ്പോൾ കുട്ടികൾക്ക് പല ഉത്തരവുണ്ട് പറയാൻ. ചിലർ പറയുന്നത് ബൈബിൾ ഡിക്ഷണറി അവർ യൂസ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ചില കുട്ടികൾ പറയും പ്രാർത്ഥനയാണ് ഏറ്റവും അത്യാവശ്യ ഉപകരണം. ചിലർ പറയും പരിശുദ്ധാത്മാവെന്ന് പറയും. ചില കുട്ടികൾ പറയും ബിബ്ലിക്കൽ ലാംഗ്വേജസ് അറിഞ്ഞിരിക്കുക, ഹീബ്രു, ഗ്രീക്ക് ഒക്കെ അറിഞ്ഞിരിക്കുന്നതാണ് ഏറ്റവും നല്ല ഉപകരണമെന്ന് പറയും. ചിലർ പറയും ഞങ്ങൾ ബൈബിൾ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് ബൈബിൾ പഠിക്കുമെന്ന് പറയും. അപ്പോൾ ഇത് എല്ലാവരുടെയും ഉത്തരങ്ങൾ കേട്ടതിന് ശേഷം പ്രൊഫസർ പറയും, നിങ്ങളെല്ലാവരും പറഞ്ഞതൊക്കെ ശരിയാണ്, പരിശുദ്ധാത്മാവ് ആവശ്യമാണ്, പ്രാർത്ഥന ആവശ്യമാണ്, എങ്കിലും ബൈബിൾ പഠിക്കുന്നതിന് അല്ല പ്രവചനങ്ങൾ പഠിക്കുന്നതിന് ഏറ്റവും ആവശ്യമായത് നമ്മുടെ സമയമാണെന്നാണ്. ശരിക്കും നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്താലും നമുക്ക് സമയം ആവശ്യമാണ്. അതേത് സമയത്തായിരുന്നാലും ഏത് പ്രവൃത്തിയായിരുന്നാലും നമുക്കതിനു വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാതെ ഒരു പ്രവൃത്തി നമുക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയത്തില്ല, അല്ലേ? അപ്പോൾ ബൈബിൾ പഠിക്കുന്നതിനും അതിലെ പ്രവചനങ്ങൾ പഠിക്കുന്നതിനും നമുക്ക് ഏറ്റവും അത്യാവശ്യം എന്താണ്? സമയമാണ് എന്ന് പറയുന്നു. പ്രാർത്ഥനയോടുകൂടിയും പരിശുദ്ധാത്മാവിനോടുകൂടിയും മറ്റുപകരണങ്ങളോടൊക്കെ കൂടിയും നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് മുന്നിൽ നിൽക്കുന്നത് സമയമാണെന്ന് അധ്യാപകൻ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ ആഴ്ചത്തെ പാഠം 1 പോവാം. പ്രവചനത്തിലെ ചില തത്വങ്ങൾ എന്നാണ് ഈ ഒന്നാമത്തെ പാഠം. ഈ പാഠപഠനത്തിന് മുമ്പായി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. മഹോന്നതൽ വാസം ചിന്തേമി, തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്നേഹവാനും വാത്സല്യവാനുമായ ദൈവമേ, അങ്ങയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ഈ ദിവസം ഞങ്ങൾക്ക് പാഠപഠനത്തിനായി ക്രമീകരിച്ചിരിക്കുന്നതിനും ഈ ക്വാർട്ടർ മുഴുവൻ എങ്ങനെയാണ് തിരുവെഴുത്തും പ്രവചനങ്ങളും പഠിക്കുന്നതിന് എന്ന് മനസ്സിലാക്കി തരുന്നതിനാലും നന്ദി അർപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളിത് പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളവിടെ നയിക്കപ്പെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇതിലടങ്ങിയിരിക്കുന്ന സത്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെടുത്തി തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവിക ജ്ഞാനത്താൽ തിരുവചനവും പ്രവചനങ്ങളും പഠിച്ചുകൊണ്ട് അതിനുവേണ്ടി സമയം സ്പെൻഡ് ചെയ്യേണ്ടതിന് നമുക്കതിന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവത്താൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് ഞങ്ങളെ കൂടി ഇരിക്കുമാറാകണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയാചിക്കുന്നു. പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കണം പ്രിയ പിതാവേ, ആമേൻ. പാഠം 1, പ്രവചനത്തിലെ ചില തത്വങ്ങൾ. മനപ്പാഠവാക്യം എഴുതിയിരിക്കുന്നത് മനപ്പാഠവാക്യം എടുത്തിരിക്കുന്നത് ഇരമ്യാ പ്രവചനം 9-ാം അധ്യായം 24-ാം വാക്യമാണ്. പ്രശംസിക്കുന്നവനോ യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ. ഇതിലല്ലോ എനിക്ക് പ്രസാദമുള്ളത് എന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രശംസിക്കുന്നവനോ യഹോവയായ ദൈവം ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ ദൈവത്തെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ. ഇതിലല്ലോ ദൈവത്തിന് പ്രസാദമുള്ളതെന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ ബൈബിളിലെ പല കാര്യങ്ങളിലും ക്രിസ്ത്യാനികൾക്ക് വിയോജിപ്പുള്ളതായിട്ട് കാണപ്പെടുന്നു. അതുപോലെ തന്നെ പ്രവചന പഠനത്തിലും സമയം പാഴാക്കലാണെന്ന് പറയുന്നവർ കാണുന്നുണ്ട്. പ്രവചനങ്ങൾ പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നതായും നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ക്രിസ്തീയ ചരിത്രത്തിൻ്റെ ആദ്യത്തെ 18 നൂറ്റാണ്ടുകളിൽ മിക്ക ക്രിസ്ത്യാനികൾക്കും വേദപുസ്തക പ്രവചനങ്ങൾ നല്ല ആശ്വാസപ്രദവും അതിലടങ്ങിയിരിക്കുന്ന സന്ദേശങ്ങളോട് അവർ പൊരുത്തപ്പെടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അനേക സഭകൾ ആവിർഭവിച്ചതോടുകൂടി തന്നെ പ്രവചനങ്ങൾ സഭയുടെ ഇഷ്ടത്തിന് പഠിക്കാനും വ്യാഖ്യാനിക്കാനും പഠിപ്പിക്കാനും ഒക്കെ തുടങ്ങിയതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ, സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും ഒന്നു തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭാവിക്കാതെ ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണം എന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ബൈബിൾ, തിരുവെഴുത്ത്, പ്രവചനങ്ങളും തിരുവെഴുത്തുകളും ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഒന്നു തന്നെ സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണം. ഭിന്നത ഭാവിക്കാതിരിക്കണം. ഏക
മനസ്സിലും ഏക അഭിപ്രായത്തിലും ഇരിക്കണമെന്നുകൂടെ നമ്മളിവിടെ അപ്പോസ്തലനായ പൗലോസ് ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലേ. അപ്പോൾ ഈ ആഴ്ചയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മാറ്റമില്ലാത്തതും വിശ്വസനമായ രീതിയിൽ എങ്ങനെയാണ് പ്രവചനങ്ങൾ പഠിക്കാമെന്നുള്ള ചില തത്വങ്ങൾ നമ്മൾ ഈ ആഴ്ചയിൽ ഒരു 10 തത്വങ്ങൾ നമ്മൾ ഈ ആഴ്ചയിൽ നോക്കി പോകുന്നതാണ്. നമുക്ക് ഞായറാഴ്ചത്തെ ഭാഗത്തിലേക്ക് പോകാം. ഞായറാഴ്ചത്തെ ഭാഗത്തിൻ്റെ തലവാചകം വായിക്കുന്നവർ മനസ്സിലാക്കട്ടെ, വായിക്കുന്നവർ മനസ്സിലാക്കട്ടെ. ഒരു പഴയ പ്രാസംഗികൻ ഇപ്രകാരം പറയുന്നു: ഒരു പക്ഷേ വേദപുസ്തകം ഒരു പഴയ വയലിൻ പോലെയാണ്, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് രാഗവും വായിക്കാമെന്ന്. എന്നാൽ ബൈബിളിനെ കുറിച്ച് അങ്ങനെ ഒരിക്കലും പറയുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കലൊരു ഹോളിവുഡ് ആക്ട്രസ് ഒരു റിലീജിയസ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു, 23-ാം സങ്കീർത്തനം ആ പ്രോഗ്രാമിൽ കാണാതെ പറഞ്ഞു. അപ്പോൾ അത് കേട്ടിരുന്ന ഓഡിയൻസ് എല്ലാം തന്നെ എന്ത് ചെയ്തു, ആ ആക്ട്രസ് വളരെ പരിചിതമായിരുന്നത് കൊണ്ട് തന്നെ എല്ലാവരും ആ ആക്ട്രസിനെ പ്രൈസ് ചെയ്തുകൊണ്ട് കയ്യടിക്കുകയുണ്ടായി. ആ ആക്ട്രസ് പോയി ഇരുന്നതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും പ്രായം ചെന്ന ദൈവത്തിന് വേണ്ടി ഒരുപാട് സ്ഥലത്ത് വേല ചെയ്തിട്ടുള്ള പ്രായം ചെന്ന ഒരു പാസ്റ്റർ മുന്നോട്ട് കടന്നു വരികയും ഈ 23-ാം സങ്കീർത്തനം കാണാതെ പറയുകയും ചെയ്തു. അപ്പോൾ ഇതേ ഓഡിയൻസ് എന്ത് ചെയ്തു, എല്ലാവരും കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വാർക്കുകയുണ്ടായെന്നാണ്. എല്ലാവരും അത് കരഞ്ഞുകൊണ്ടാണ് ഈ വിറയ്ക്കുന്ന ചുണ്ടുകളോട് പറഞ്ഞ പാസ്റ്ററിൻ്റെ 23-ാം സങ്കീർത്തനം കേട്ടത്. ശരിക്കും ആക്ട്രസ് പറഞ്ഞതും പാസ്റ്റർ പറഞ്ഞതും 23-ാം സങ്കീർത്തനം രണ്ടുപേരും ഒരുപോലെ പറയുകയുണ്ടായി. പക്ഷേ എന്തുകൊണ്ടായിരിക്കും ഒരു ഓഡിയൻസിൽ നിന്ന് 2 റെസ്പോൺസ് അവിടെ 2 വ്യക്തികൾ പറഞ്ഞപ്പോൾ ഉണ്ടായതെന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ ശരിക്കും ഈ ആക്ട്രസിന് യഥാർത്ഥത്തിൽ 23-ാം സങ്കീർത്തനം അറിയാമായിരുന്നു. എന്നാൽ പാസ്റ്ററിന് 23-ാം സങ്കീർത്തനത്തിലെ ഇടയനെ അറിയാമായിരുന്നു എന്നതാണ്. ശരിക്കും നമ്മൾ ബൈബിൾ വെറുതെ വായിച്ചതുകൊണ്ടായിരുന്നില്ല, വെറുതെ വായിക്കുകയോ കാണാതെ പഠിക്കുകയോ ചെയ്തതുകൊണ്ട് നമ്മൾ ഒരിക്കലും ദൈവത്തെ മനസ്സിലാക്കുന്നില്ല എന്ന് നമ്മൾ ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കണം. ശരിക്കും സങ്കീർത്തനം അറിയുകയും സങ്കീർത്തനത്തിലെ ഇടയനെ അറിയുകയും ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായ കാര്യമാണ്, നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. ആ വാക്യത്തിലെ ദൈവത്തെയും ദൈവ ഉദ്ദേശത്തെയും വെളിപ്പെടുത്തി തരിക എന്നതാണ് ഓരോ വാക്യം ചെയ്യുന്നത്. അപ്പോൾ അത് വായിക്കുന്ന വ്യക്തി എങ്ങനെ മനസ്സിലാക്കണമെന്നാണ് അതിൻ്റെ വാക്യത്തിലെ ദൈവത്തെയും ആ ദൈവത്തിൻ്റെ ഉദ്ദേശത്തിനെയും മനസ്സിലാക്കി അത് പ്രമാണിച്ച് ജീവിക്കണമെന്നാണ് ബൈബിള് അർത്ഥമാക്കുന്നത്. ശരിക്കും നമുക്ക് കുറച്ച് വാക്യങ്ങളിലേക്ക് പോകാം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 15-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ, ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ വായിക്കുന്നവർ ചിന്തിച്ചു കൊള്ളട്ടെ എന്നാണ്. അപ്പോൾ വിശുദ്ധ സ്ഥലത്ത് അശുദ്ധി മ്ലേച്ഛത നിൽക്കുന്നത് കാണുമ്പോൾ വായിക്കുന്നവർ എന്ത് ചെയ്യണം, അത് മനസ്സിലാക്കണം. എന്താണ്, നമ്മൾക്ക് ഇവിടെ നിന്ന് ഓടിപ്പോകേണ്ട സമയമായെന്ന് മനസ്സിലാക്കണമെന്ന് തിരുവെഴുത്തുകൾ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ മത്തായി 11-29 വാക്യത്തിലേക്ക് പോകുമ്പോൾ, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കുവിൻ. അപ്പോൾ നമ്മൾ ഈ വാക്യം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ്, സൗമ്യതയും താഴ്മയാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അത് താഴ്മയുള്ളവനാകിയാൽ എന്നോട് പഠിപ്പിനാണ്. ഈ സ്വഭാവം നമ്മൾ ദൈവത്തിൽ നിന്ന് പഠിച്ചെടുക്കണം. അങ്ങനെ നമ്മളും സൗമ്യതയും താഴ്മയുള്ളവരായി ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ ഓരോ വാക്യങ്ങൾ വായിക്കുമ്പോഴും ആ വാക്യം എന്താണെന്ന് മനസ്സിലാക്കുക, ദൈവത്തെയും ദൈവത്തിൻ്റെ ഉദ്ദേശത്തെയും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം എന്നാണ് യഥാർത്ഥത്തിൽ തിരുവെഴുത്തുകൾ നമ്മളോട് പറയുന്നത്. ഇവിടെ വെളിപ്പാടിൻ്റെ പ്രവചനം 1-ാം അധ്യായം 3-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ, ഈ പ്രവചനത്തിൻ്റെ വാക്കുകൾ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാൻ, സമയം അടുത്തിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഈ പ്രവചനം എന്ത് ചെയ്യണം, വായിക്കണം, കേൾക്കണം, കേൾപ്പിക്കണം, പ്രമാണിക്കണം എന്ന് 4 കാര്യങ്ങൾ ഈ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത് ബൈബിള് തിരുവെഴുത്തുകൾ നമ്മൾ വായിക്കുമ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കി ദൈവത്തെയും ഉദ്ദേശത്തെയും പ്രവർത്തിക്കുക എന്നതാണ് ശരിക്കും ഈ തിരുവെഴുത്തുകൾ വായിക്കേണ്ടതായ രീതിയും അതിനു വേണ്ടിയാണ് തിരുവെഴുത്തുകൾ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് എന്നുകൂടെ ദൈവം എന്ത് ചെയ്യുന്നു, വെളിപ്പെടുത്തി തരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, പരിശുദ്ധാത്മാവിൻ്റെ നിർദ്ദേശപ്രകാരം അല്ലാതെ എന്ത് ചെയ്യണം, ശരിയായ മനോഭാവമല്ലാതെ നമ്മൾ എന്ത് ചെയ്യണം, ബൈബിൾ വായിക്കുന്നത് നല്ലതല്ല എന്ന് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മൾ പാഠപുസ്തകത്തിലേക്ക് പോകുമ്പോൾ ലാസ്റ്റ് പാരഗ്രാഫ് ഇങ്ങനെ പറയുന്നു: ഭക്തിയില്ലാത്ത ആരോ ബൈബിൾ വായിക്കുന്നതായി കാണപ്പെട്ടു.
അയാൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അയാൾ മറുപടി പറഞ്ഞത് പഴുതുകൾക്കായി നോക്കുക എന്നതായിരുന്നു. ശരിക്കും പഴുതുകൾക്കായി നോക്കുന്നത് എന്തുകൊണ്ടാണ് വേദപുസ്തകം വായിക്കുന്നതിനുള്ള നല്ല മനോഭാവമല്ലാത്തത്? നമ്മളെപ്പോഴും വേദപുസ്തകം വായിക്കേണ്ടത് ദൈവം ആരെന്ന് മനസ്സിലാക്കേണ്ടതിനും അതുപോലെ തന്നെ ദൈവത്തിന് നമ്മളെ കൊണ്ടുള്ള ഉദ്ദേശവും മനസ്സിലാക്കേണ്ടതിനും അങ്ങനെ ദൈവീയ ഉദ്ദേശത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതിനു വേണ്ടിയാണ്. അപ്പം ആ മനോഭാവത്തിലൂടെ നോക്കുമ്പോൾ മാത്രമേ തിരുവചനത്തിൻ്റെ സത്യങ്ങൾ എന്താണ് നമുക്ക് തുറക്കപ്പെടുകയും നമുക്ക് മനസ്സിലാക്കുകയും നമ്മൾ അതിനനുസരിച്ച് നയിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ബൈബിൾ വായിക്കുന്ന നമ്മൾ എന്താണ് അത് മനസ്സിലാക്കി വായിക്കേണ്ടതിന് ആക്ടേഴ്സ് വെറുതെ കാണാതെ പറഞ്ഞതുപോലെയല്ല, പിന്നെ അതിലെ ഇടയനെ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് ഇടയനെ യഥാർത്ഥത്തിൽ അറിഞ്ഞുകൊണ്ട് ജീവിക്കേണ്ടതിന് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് തിങ്കളാഴ്ച ഭാഗത്തിലേക്ക് പോകാം. തിങ്കളാഴ്ചത്തെ ഭാഗത്തിൻ്റെ തലവാചകം മനസ്സിലാക്കപ്പെടണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. മനസ്സിലാക്കപ്പെടണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഒരിക്കലൊരു യൂറോപ്യൻ ടൂറിസ്റ്റ് അദ്ദേഹത്തിൻ്റെ സെർവൻറ്റിനെ പരിഹസിച്ചുകൊണ്ട് ചോദിച്ചു, നീ എന്തിനാണ് ബൈബിൾ വായിക്കുന്നത്? എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഇതെല്ലാം ഒരു കെട്ടുകഥകൾ മാത്രമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സെർവൻ്റ് അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ ഈ ബൈബിൾ വായിച്ചില്ലായിരുന്നുവെങ്കിൽ നിന്നെ ഇതിനോടകം ഞാൻ ഭക്ഷിച്ചിരുന്നിരിക്കുമെന്ന്. ശരിക്കും ഒരു നരഭോജിയെ നരസ്നേഹിയായി മാറ്റിയ ഒരു പുസ്തകമാണെന്ന് ഈ ഒരു ചെറിയ കഥയിലൂടെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അല്ലേ? അപ്പം നമ്മൾ ബൈബിൾ വായിച്ചത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു മാറ്റമാണ് ഈ ഒരു കഥ നമ്മെ മനസ്സിലാക്കി തരുന്നത്. ശരിക്കും ഇതുപോലെയാണ് ബൈബിൾ വായിക്കുന്നവരെല്ലാം ദൈവത്തെ മനസ്സിലാക്കി അവരുടെ സ്വഭാവങ്ങളെ ക്രമീകരിച്ച് രൂപാന്തരപ്പെടണമെന്ന് ആരാഗ്രഹിക്കുന്നു? അതാണ് ദൈവിക ഉദ്ദേശം. അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. യെശയ്യാ പ്രവചനം 55 അധ്യായം 9 വാക്യത്തിലേക്ക് പോകുമ്പോൾ, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും ഉയർന്നിരിക്കുന്നു. അപ്പം നമ്മൾ നോക്കുമ്പോഴെന്താണ്, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ തന്നെ ദൈവത്തിൻ്റെ വഴികൾ എന്താണ്, അത്രയും നമ്മുടെ വഴികളിൽ നിന്നെല്ലാം ഉയരമുള്ളവയാണെന്ന്. അപ്പോൾ എത്രമാത്രം വ്യത്യാസമാണ് നമ്മളും ദൈവവും ചിന്തിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളും ദൈവം പ്രവർത്തിക്കുന്ന കാര്യങ്ങളെന്ന് ഈ വാക്യം നമ്മെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തിനെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയോ അല്ലെങ്കിൽ അത്ര വലിയ വളർച്ചയോ ഒന്നും നമുക്കില്ലെങ്കിൽ തന്നെയും നാം ദൈവത്തെ മനസ്സിലാക്കണം. അങ്ങനെ നമ്മൾ എന്താണ് മനുഷ്യൻ സ്നേഹികളും ദൈവസ്നേഹികളുമായി മാറണമെന്നാണ് ശരിക്കും ആരാഗ്രഹിക്കുന്നത്? ദൈവം നമ്മിൽ ആഗ്രഹിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ഗ്രഹണശക്തിയെപ്പറ്റി തിരുവെഴുത്തുകൾ എന്ത് പറയുന്നു എന്ന് ചില വാക്യങ്ങളോട് ഒന്നുകൂടെ നോക്കാം. സങ്കീർത്തനം 139 അധ്യായം 1 മുതൽ 6 വരെ വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്നുണ്ട്, നമ്മുടെ നിരൂപണം ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നവനാണ് ദൈവം എന്ന് ആ വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ എന്താണ്, ദൈവത്തിൻ്റെ പരിജ്ഞാനം ഗ്രഹിച്ചു കൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. അപ്പം നമ്മുടെ ഗ്രഹണശക്തിയും ദൈവത്തിൻ്റെ ഗ്രഹണശക്തിയും തമ്മിലുള്ള വ്യത്യാസമാണ് അല്ലേ? ശരിക്കും നമ്മൾ നിരൂപിക്കുന്ന കാര്യങ്ങൾ കൂടെ ദൈവത്തിന് എന്താണ് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ എന്താണ്, ദൈവത്തിൻ്റെ പരിജ്ഞാനം നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ കഴിയാത്തതുമാണ്. അഥവാ അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടിതാവാണ് എന്നതാണ് നമുക്കത് മനസ്സിലാക്കാവുന്നതാണ്. സങ്കീർത്തനം 147 5 വാക്യത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ വിവേകത്തിന് അന്തമില്ലാന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഒരിക്കലും അവസാനമില്ലാത്ത വിവേകമുള്ളവനാണ് നമ്മളെ സൃഷ്ടിച്ച ദൈവമെന്ന് ഈ വാക്യം നമ്മെ മനസ്സിലാക്കുന്നുണ്ട്. റോമർക്ക് എഴുതിയ ലേഖനം 11 അധ്യായം 33 വാക്യം, ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവൻ്റെ ന്യായവിധികൾ എത്ര അപ്രമേയം, അവൻ്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നുവെന്നാണ്. ശരിക്കും എന്താണ്, ദൈവത്തിൻ്റെ ജ്ഞാനം, ധനം, അറിവ് അതൊക്കെ എന്താണ് എന്നിവയുടെ ആഴമേ, അപ്പം എന്തുമാത്രമുണ്ട് എന്ന് നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാം. അവൻ്റെ ന്യായവിധികൾ എത്ര അപ്രമേയം, അവൻ്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു എന്നാണ്. 1 യോഹന്നാൻ 3 അധ്യായം 20 വാക്യത്തിലേക്ക് പോകുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തേക്കാൾ വലിയവനും എല്ലാം അറിയുന്നവനുമാകും. അപ്പോൾ ഈ വാക്യങ്ങളിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നത് എന്താണ്, ദൈവത്തെ നമുക്ക് ഒരിക്കലും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഗ്രഹണശക്തിയും മനുഷ്യൻ്റെ ഗ്രഹണശക്തിയും ഒരിക്കലും എന്താണ് താരതമ്യപ്പെടുത്താൻ കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മൾ ദൈവം, ഈ അഖിലാണ്ടത്തിൻ്റെയും അഗാധമായ ജ്ഞാനമുള്ള ദൈവം വെറും പൊടിയിൽ നിന്ന് സൃഷ്ടിച്ച് ജീവശ്വാസം ഊതി തന്ന അറിവ് മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ ആ അറിവിൽ നിന്നുകൊണ്ട് നമ്മൾ ദൈവത്തെ മനസ്സിലാക്കി ദൈവസ്നേഹിയായി വളരണമെന്ന് ആരാഗ്രഹിക്കുന്നു? ദൈവം ആഗ്രഹിക്കുന്നു അല്ലേ? അതിനാൽ എന്താണ്, നമുക്ക് രക്ഷയ്ക്ക് ആവശ്യമായതെല്ലാം ദൈവം ഓൾറെഡി ഇതിനു വേണ്ടി നൽകപ്പെട്ടിരിക്കുന്നതായിട്ടും ബൈബിൾ നമ്മോട് വിളിച്ചു പറയുന്നുണ്ട്.
ശരിക്കും ബൈബിൾ പ്രവചനങ്ങളെല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ യേശു ക്രിസ്തുവിലേക്കും രക്ഷാവാഗ്ദാനത്തിലേക്കും നയിക്കുന്നു എന്ന് നമ്മൾ ഓർക്കണം. നമുക്കറിയാൻ പാടില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് ഗ്രഹിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ധാരാളം ഈ ഭൂമിയിൽ ഉണ്ട് അല്ലേ എന്ന് അതിനെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ സമയം പാഴാക്കാതെ, ഇല്ലെങ്കിൽ അതോർത്ത് നമ്മൾ ദൈവത്തെ ചോദ്യം ചെയ്യാതെ, ഒരു സ്വയ നിഗമനത്തിൽ നമ്മൾ എത്തിച്ചേരാതെ, നമ്മൾ തിരുവഴുത്തിൽ നിന്ന് വായിച്ചത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കിയത് നമുക്ക് ദൈവം വെളിപ്പെടുത്തി തന്നത് എന്താണ്, നമ്മൾ ജീവിതത്തിൽ പാലിക്കേണ്ടതാണ്, അത് പിന്തുടരേണ്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടിതാവിനെ ഗ്രഹിക്കേണ്ടതായ അഗാധമായ ജ്ഞാനം ആർക്കില്ല, മനുഷ്യർക്കില്ല എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് എന്താണ്, നമ്മൾ പൊടിയിൽ നിന്ന് സൃഷ്ടിച്ചവരാണെന്നും ദൈവമാണ് നമുക്ക് ഗ്രഹണശക്തി നൽകിയിട്ടുള്ളതും ആ ദൈവം നൽകിയ ഗ്രഹണശക്തിക്കകത്ത് നിന്നുകൊണ്ട് ദൈവത്തെ നമ്മൾ മനസ്സിലാക്കണം. അതിനുള്ള ഗ്രഹണശക്തി ആര് നമുക്ക് നൽകിയിട്ടുണ്ട്, ദൈവം നൽകിയിട്ടുണ്ട്. അതെല്ലാം എന്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്, തിരുവചനത്തിൽ വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പം അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തണമെന്നാണ് ദൈവം നമ്മിൽ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ദൈവം എല്ലാ ദൈവമക്കളെയും സഹായിക്കും. നമുക്ക് ചൊവ്വാഴ്ചത്തെ ഭാഗത്തിലേക്ക് പോകാം. ചൊവ്വാഴ്ചത്തെ ഭാഗത്തിൻ്റെ തലവാചകം ദാനിയേലേ ഈ വചനങ്ങളെ അടയ്ക്കുക. ദാനിയേലേ ഈ വചനങ്ങളെ അടയ്ക്കുക. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം 4-ാം വാക്യം, നീയോ ദാനിയേലേ അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക, പലരും അതിനെ പരിശോധിക്കുകയും ജ്ഞാനം വർദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ അന്ത്യകാലം വരെ അടച്ച് മുദ്രയിടണമെന്നും പലരും ഇതിനെ പരിശോധിച്ച് അന്ത്യകാലത്ത് ഇത് പരിശോധിച്ച് ജ്ഞാനം വർദ്ധിക്കുകയും ചെയ്യുന്നു ദാനിയേലിനോട് പറഞ്ഞു. എന്നാൽ യോഹന്നാനായ വെളിപ്പാടുകാരനോട് എന്താ പറഞ്ഞത്, വെളിപ്പാട് 22-ന്റെ 10-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ അവൻ പിന്നെ എന്നോട് പറഞ്ഞത്, സമയം അടുത്തിരിക്കാൻ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുതെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ്, ദാനിയേലിനോട് അടയ്ക്കാൻ പറഞ്ഞ പുസ്തകം യോഹന്നാനോട് അടയ്ക്കരുത് എന്നാണ് പറഞ്ഞത്. കാരണം എന്താണ്, അന്ത്യകാലം അടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് പരിശോധിച്ച് ദൈവത്തെ തിരിച്ചറിഞ്ഞ് മാറേണ്ട ആവശ്യകത ഉണ്ട് അല്ലേ. അപ്പോൾ 19-ാം നൂറ്റാണ്ടിൽ എന്താണ്, വില്യം മില്ലറിൻ്റെ പ്രസംഗത്തിലൂടെ തന്നെ അന്ധകാരത്തിലായി കിടന്ന ബന്ധിക്കപ്പെട്ടിരുന്ന ബൈബിളിലെ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരുകയുണ്ടായി. അതിനുശേഷം ധാരാളം നവോത്ഥാന നായകന്മാർ വരികയും ബൈബിളിലെ സത്യങ്ങൾ തുറക്കപ്പെടുകയും എന്ത് ചെയ്താണ്, അന്ധകാരത്തിൽ നിന്ന് ബൈബിളിലെ സത്യങ്ങൾ, തിരുവഴുത്തിലെ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലേ. അപ്പോൾ ദൈവവചനം കേൾക്കാനും വായിക്കാനും പഠിക്കാനും തുടങ്ങിയതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഈ സമയത്താണ് എന്താണ്, ജ്ഞാനം വർദ്ധിച്ചതായിട്ട് നമ്മൾ കാണുന്നത് അല്ലേ. അങ്ങനെ ഈ ജ്ഞാനം വർദ്ധിച്ച് ദൈവീയ സത്യങ്ങൾ പുറത്തു വന്നതോടൊപ്പം തന്നെ ഈ സമയത്ത് ലോകത്തിൻ്റെ ജ്ഞാനം വർദ്ധിച്ചിട്ട് ഒത്തിരി കണ്ടുപിടുത്തങ്ങൾ ലോകത്തിൽ നടന്നതായിട്ടും ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനപ്പെട്ടതായ ഒത്തിരി കണ്ടുപിടുത്തങ്ങൾ ഈ കാലഘട്ടത്തിന് ശേഷം എന്താണ് ലോകത്തിൽ നടക്കുകയുണ്ട്. അപ്പം നമ്മളിതെല്ലാം നോക്കുമ്പോൾ ആത്മീയ തലത്തിൽ മാത്രമല്ല ജ്ഞാനം വർദ്ധിച്ചത്, അല്ലാതെ ലൗകിക തലത്തിലും ഈ ഭൗതിക തലത്തിലും ജ്ഞാനം വർദ്ധിച്ചതായിട്ട് നമ്മൾ ശരിക്കും കാണുന്നുണ്ട്. ശരിക്കും എന്താണ്, ദൈവത്തിൻ്റെ ജ്ഞാനമാണ് എല്ലാത്തിൻ്റെയും ഉറവിടം, അറിവിൻ്റെ ഉറവിടമെന്ന് നമ്മളിൽ നിന്ന് തെളിയിക്കുകയാണ്. ദൈവജ്ഞാനം നൽകിയപ്പോൾ എന്ത് ചെയ്തു, എല്ലാം ആത്മീയമായും ഭൗതികമായും മനുഷ്യനെന്തുണ്ടായി, ഒരു പ്രകാശമുണ്ടായതായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലേ. അപ്പോൾ യഹോവ ഭക്തിയാണ് ജ്ഞാനം യഥാർത്ഥത്തിൽ വർദ്ധിക്കുന്നതെന്നും നമ്മൾ മനസ്സിലാകുന്നു. അല്ലാതെ ദൈവിക നിയമങ്ങൾ മാറ്റുന്നതല്ല, അങ്ങനെ അന്ധകാരത്തിന് അടിമപ്പെട്ടുകൊണ്ട് കിടക്കുന്നതല്ല ജ്ഞാനവർദ്ധനവെന്ന് ഈ കാര്യങ്ങളെല്ലാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതാണ്. അങ്ങനെ അന്ധകാരത്തിൻ്റെ ആഴിയിൽ മൂടപ്പെട്ടിരുന്ന ശരിക്കും വിശുദ്ധ ശബദിനെയും എന്ത് ചെയ്ത് തുറക്കപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം എന്താണ്, ദൈവത്തിൻ്റെ കൽപ്പനയിൽ അന്ധകാര ശക്തികൾ മാറ്റം വരുത്തിയിരുന്ന കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തു, ഓരോന്നായി തിരിച്ചു കൊണ്ടുവരപ്പെട്ടതായിട്ടും കാണപ്പെടുന്നുണ്ട് അല്ലേ. അതുപോലെ മരണത്തെക്കുറിച്ചുള്ള യാഥാർത്ഥ്യ സത്യത്തെ തിരിച്ചറിയാനുള്ള പരിജ്ഞാനം ലഭിക്കുകയും, അപ്പോൾ മരിച്ചാൽ മരണത്തിൽ മനുഷ്യൻ്റെ അവസ്ഥ എന്തായിരിക്കും, എപ്പോഴാണ് മനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കുക, അതുവരെ എവിടെയായിരിക്കും എന്നതിനെയൊക്കെ കുറിച്ച് എന്ത് ചെയ്തു, ജ്ഞാനം വർദ്ധിച്ചതോടുകൂടി ദൈവിക ജ്ഞാനത്താൽ അതെല്ലാം തുറക്കപ്പെടുകയും മനുഷ്യർക്ക് എന്താണ് സത്യങ്ങൾ മനസ്സിലാകാനും തുടങ്ങിയതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പം അന്ധകാര ശക്തികളെ തിരിച്ചറിയേണ്ടതിനും ദൈവിക സത്യം തിരിച്ചറിയേണ്ടതിനും നമ്മൾ എന്ത് ചെയ്യണം, തിരുവചനം പഠിക്കുകയാണ് ചെയ്യണം. അപ്പോൾ തിരുവചന പഠനത്തിലൂടെ മാത്രമാണ് എന്തുണ്ടായത്, ദൈവത്തിൻ്റെ ജ്ഞാനം മനുഷ്യർക്ക് വർദ്ധിക്കുകയുണ്ടായി. അങ്ങനെ ദൈവത്തെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നതനുസരിച്ച് തെറ്റുകളെല്ലാം മനസ്സിലാക്കുകയും മനുഷ്യൻ എന്ത് ചെയ്തു, ദൈവത്തെ യഥാർത്ഥമായി
ദൈവത്തിൻ്റെ കൽപ്പനകളെ ആചരിക്കാനും തുടങ്ങിയതായിട്ടും നമ്മൾ കാണുന്നുണ്ടല്ലേ. അങ്ങനെ സത്യത്തെക്കുറിച്ചും ജ്ഞാനത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം വരുത്തുന്ന കർത്താവായ യേശു ക്രിസ്തു നൽകപ്പെട്ടിട്ട് പോയ പരിശുദ്ധാത്മാവിനാൽ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ഈ വചനങ്ങൾ, തിരുവെഴുത്തുകൾ, പ്രവചനങ്ങൾ പഠിക്കേണ്ടതാണ് എന്നുകൂടെ ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ബൈബിൾ പഠിക്കാനുള്ള ഒരു 5 തത്വങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ഒന്നൊരു പുതിയ വാക്യം എന്നോണം ബൈബിൾ പഠിക്കണമെന്ന് നമ്മൾ കാണുന്നുണ്ട്. നമ്മളൊരു തിരുവചനം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ യാതൊരു മുൻവിധിയും ആ വചനത്തെക്കുറിച്ച് നമ്മൾ മുമ്പ് കേട്ടിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടല്ല പഠിക്കേണ്ടത്. പിന്നെ എന്താണ്, പ്രാർത്ഥനയോടെ അത് പുതിയ വാക്യം എന്നോണം പഠിക്കണം. അതിൻ്റെ പ്രാധാന്യത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ വചനം സമയമെടുത്ത് പഠിക്കണം. അതോടൊപ്പം എന്താണ്, അതിൻ്റെ മനോഹാരിത മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കണമെന്നും കാണുന്നു. അതുപോലെ അത് എഴുതപ്പെട്ടിരിക്കുന്ന അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഏത് കാലഘട്ടത്തിൽ, ഏത് ബാക്ക്ഗ്രൗണ്ടിലാണ്, ഏത് സെറ്റിങ്സിലാണ് ആ ഒരു പാസേജ് എഴുതപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കി തന്നെ തിരുവചനങ്ങൾ പഠിക്കേണ്ടതായിട്ടും നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ നമ്മൾ പഠിക്കുമ്പോൾ വേറൊരു ബൈബിൾ ടെക്സ്റ്റിൻ്റെ കൂടെ സഹായത്തോടു കൂടെ ഓരോ തിരുവചനങ്ങൾ ഓരോ പ്രവചനങ്ങളും മനസ്സിലാക്കിയെടുക്കേണ്ടതായിട്ടും നമ്മൾ കാണുന്നുണ്ട്. ദാനിയേൽ 12:4 വെളിപ്പാട് 22:10 നോക്കിയപ്പോൾ മുദ്രയിടേണ്ട പുസ്തകം എന്താണ്, അന്ത്യകാലത്ത് തുറക്കപ്പെട്ടതായിട്ടും അതിനുശേഷം എന്താണ്, ജ്ഞാനം വർദ്ധിച്ചതായിട്ടും സത്യം മനുഷ്യർ തിരിച്ചറിഞ്ഞതായിട്ടും ലോകത്ത് ആഗോളതലമായും അനേക മാറ്റങ്ങൾ വന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ടല്ലേ. അപ്പം ദൈവിക ജ്ഞാനമാണ് എപ്പോഴും ഒരു രക്ഷയിലേക്ക്, പ്രകാശത്തിലേക്ക്, അന്ധകാരത്തിൽ നിന്ന് വിടുതലിലേക്ക് നയിക്കുന്നതായിട്ട് തിരുവചനം നമ്മെ രേഖപ്പെടുത്തുന്നുണ്ട്. അതിനാൽ എന്താണ്, ജ്ഞാനം വർദ്ധിച്ച് സത്യം തിരിച്ചറിയപ്പെട്ടതുപോലെ ഈ തിരുവെഴുത്തും പ്രവചന സമയം കണ്ടെത്തി പഠിക്കാൻ, ഇതിൽ നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ തിരുവെഴുത്തും അതുപോലെയുള്ള പ്രവചനങ്ങളും സമയം കണ്ടെത്തി പഠിക്കേണ്ടതിന് നമ്മൾ സമയം ചെലവഴിക്കണം. അതിനായി ദൈവം നമ്മേവരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് ബുധനാഴ്ചത്തെ ഭാഗത്തിലേക്ക് പോകാം. ബുധനാഴ്ചത്തെ ഭാഗത്തിൻ്റെ തലവാചകം വചനം പഠിക്കുന്നു. ചില പ്രധാന ഖണ്ഡികകളെ പറ്റിയുള്ള മില്ലറിൻ്റെ ധാരണ സമ്പൂർണ്ണമല്ലെങ്കിൽ തന്നെയും മില്ലറിൻ്റെ പഠന രീതി അന്ത്യകാല ശേഷിപ്പ് സഭയ്ക്ക് വഴിതെളിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ബൈബിൾ പ്രവചനത്തെ നാം എപ്രകാരം സമീപിക്കുമെന്നതിനെ കുറിച്ചുള്ള ചില വാക്യങ്ങൾ നമുക്ക് നോക്കാം. ലൂക്കോസ് 24:27 നോക്കുമ്പോൾ, മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളും തന്നെക്കുറിച്ച് യേശു അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു എന്ന് കാണുന്നുണ്ട്. അപ്പം മോശ തുടങ്ങി സകല പ്രവാചകന്മാരും യേശുവിനെ കുറിച്ച് തിരുവെഴുത്തിൽ നിന്ന് പഠിച്ചിരുന്നു എന്ന് നമുക്ക് കാണാം. മത്തായി 5:18 നോക്കുമ്പോൾ, സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലം നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒഴിഞ്ഞു പോകുകയില്ല എന്ന് കാണുന്നു. അപ്പോൾ ആകാശവും ഭൂമിയും മാറുന്നത് വരെ ന്യായപ്രമാണം മാറുന്നില്ല എന്ന് ഈ വാക്യങ്ങൾ പഠിപ്പിച്ചു. അപ്പം മില്ലർ ഈ വാക്യങ്ങളെല്ലാം പഠിച്ചതോടുകൂടി തന്നെ എന്താണ്, ഈ വചനങ്ങൾ മാറിപ്പോയിട്ടില്ല എന്നൊരു സത്യം ആർക്ക് അദ്ദേഹത്തിന് മനസ്സിലായതായിട്ട് കാണുന്നുണ്ടല്ലേ. അവിടെ 2 തീമോഥെയോസ് 3:15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലേക്ക് നോക്കുമ്പോൾ, നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസനത്തിനും എന്താണ് പ്രയോജനമുള്ളതാകുന്നു. അപ്പോൾ ഈ തിരുവെഴുത്തുകളെല്ലാം ദൈവശ്വാസീയമാണ്, ദൈവത്താൽ പരിശുദ്ധാത്മാ നിയോഗത്താൽ എഴുതപ്പെട്ടതാണ്, ഇതൊന്നും നീങ്ങപ്പെട്ടു പോയിട്ടില്ല എന്ന് ആർക്ക് മനസ്സിലായി? വചനം പഠിച്ച വ്യക്തികൾക്ക് അത് കൂടുതലായി വചനത്തിന് സമയം ചിലവഴിച്ച് പഠിച്ചപ്പോൾ അവർക്ക് മനസ്സിലാകാൻ തുടങ്ങി. അങ്ങനെ അവരെന്ത് ചെയ്തു? അന്ധകാരത്തിൻ്റെ ശക്തിയിൽ നിന്ന് മാറ്റപ്പെടുകയും തിരുവചനത്തിൻ്റെ പഠിച്ച പ്രകാരം മുന്നോട്ട് ജീവിക്കുകയും ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയാണ് കുറേ സത്യങ്ങൾ എന്താണ് മൂടപ്പെട്ട് കിടന്നിരുന്ന സത്യങ്ങൾ എന്ത് ചെയ്ത് 1260 ദിവസത്തെ അല്ലെങ്കിൽ വർഷത്തെ ആ ഒരു അന്ധകാര കാലഘട്ടത്തിന് ശേഷം പുറത്തു കൊണ്ടുവന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രവചനങ്ങൾ പഠിക്കുമ്പോൾ അത് വർത്തമാനകാല സംഭവങ്ങളായി താരതമ്യം ചെയ്ത് പഠിക്കുന്നതിനേക്കാൾ തിരുവെഴുത്തിലെ ഭാഗങ്ങളുമായി തന്നെ എപ്പോഴും താരതമ്യം ചെയ്ത് പഠിക്കേണ്ടതാണ്. പ്രവചനമെടുക്കുമ്പോൾ അന്ന് ആലോകത്ത് നടക്കുന്ന കാര്യങ്ങളോട് താരതമ്യം ചെയ്തല്ല പ്രവചനം പഠിക്കേണ്ടത്. പകരം എന്ത് ചെയ്ത് തിരുവചനത്തിലെ വാക്യങ്ങൾ നിന്നുകൊണ്ട് തന്നെ പ്രവചനങ്ങൾ പഠിക്കേണ്ടതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഏതെങ്കിലും ഒരു എഡിഷൻ മാത്രം നോക്കി ആ എഡിഷൻ്റെ ഫസ്റ്റ് പേജിലോ ലാസ്റ്റ് പേജിലോ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ കൊടുത്തിരിക്കുന്നത് മാത്രം നോക്കി പഠിച്ച് അത് സത്യമാണെന്ന് പിന്തുടരുന്നവരും ഒത്തിരി ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ പഠിക്കുന്നതിന് പകരം എന്താണ് യഥാർത്ഥ എഡിഷനിലോട്ട് പോകുക, അല്ലെങ്കിൽ എൻ്റെ മൂല
പദ്ധതികളിലേക്ക് പോയിട്ട് അവിടെ നിന്ന് അത് പഠിച്ചു വരികയാണെങ്കിൽ എന്താണ്, ദൈവം നൽകപ്പെട്ട രീതിയിൽ തന്നെ ആ പ്രവചനം നമുക്ക് മനസ്സിലാകാവുന്നതാണ് എന്ന് നമ്മൾ എപ്പോഴും പഠിക്കണം. അപ്പോൾ എപ്പോഴും നമ്മൾ തിരുവചനങ്ങളോട് തന്നെ താരതമ്യം ചെയ്ത് പഠിക്കേണ്ടത് ആവശ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ്, ഏതെങ്കിലും ചില വാക്യങ്ങൾ എടുത്ത് ഒരു വിഷയത്തെ പരാമർശിക്കാതെ നമ്മളൊരു ഏത് വിഷയത്തെക്കുറിച്ചാണോ പഠിക്കുന്നത് അതിനെക്കുറിച്ചുള്ള ധാരാളം വാക്യങ്ങൾ ബൈബിളിൽ നൽകിയിട്ടുണ്ടല്ലേ. അപ്പോൾ ആ വാക്യങ്ങളിലെല്ലാം പോയി ആ വിഷയത്തെ ആധികാരികമായി പഠിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ആ പ്രവചനം അല്ലെങ്കിൽ ആ തിരുവെഴുത്ത് ആ വിഷയം നമുക്ക് നന്നായിട്ട് മനസ്സിലാകുന്നതാണ് എന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ പ്രസംഗിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വാക്യം എടുത്തിട്ട് വേറൊരു വാക്യത്തിൽ നിന്നും പറയാതെ ലോകത്തിൽ കാണുന്ന കാര്യങ്ങൾ വെച്ച് മാത്രം ആ വാക്യത്തെ വിവരിക്കാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നല്ലതല്ല എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഓരോ തിരുവെഴുത്തും ഏത് സന്ദർഭത്തിൽ നിന്ന് എഴുതപ്പെട്ടതാണെന്ന് ഉള്ളത് ഏറ്റവും പ്രധാനമേറിയതാണ്. അപ്പോൾ പഠിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു സെറ്റിങ്സ് കൂടെ വെച്ചിട്ട് വേണം ആ വചനത്തെ ഉൾക്കൊള്ളേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ എന്താണ്, നമുക്ക് ഈ വചനം പഠിക്കുമ്പോൾ കുറച്ച് തത്വങ്ങൾ കൂടെ ഇവിടെ കാണാവുന്നതാണ്. ആത്മീയമായി എപ്പോഴും വചനം പഠിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ എന്താണ്, ബുദ്ധിപരമായി അത് പഠിക്കാൻ ശ്രമിക്കണം. ദൈവിക ജ്ഞാനത്തോടുകൂടെ അത് പഠിക്കാൻ ശ്രമിക്കേണ്ടതാണെന്ന് ഓർക്കുന്നു. ദൈവജനത്തിൻ്റെ മുഴുവനായുള്ള വാക്യം എന്ന നിലയിലായിരിക്കണം ഒരു വാക്യം നമ്മൾ പഠിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കത്തക്ക രീതിയിൽ പഠിക്കുന്നത്. ചില വാക്യങ്ങൾ നമ്മളെ ജീവിതത്തെ സ്വാധീനിച്ച് കഴിയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ നിറവേറപ്പെടുമ്പോഴാണ് ചിലപ്പോൾ നമ്മൾ ആ വാക്യങ്ങളിൽ വിശ്വസിക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ നിത്യജീവിതത്തെ സ്വാധീനിക്കപ്പെടുന്ന രീതിയിൽ വാക്യങ്ങൾ പഠിക്കേണ്ടതാണ് എന്നൂടെ മനസ്സിലാക്കണം. അതുപോലെ ധാർമ്മികമായി നമ്മൾ ഈ വാക്യങ്ങൾ പഠിക്കണം. അപ്പോൾ പ്രവചനങ്ങൾ പഠിക്കുമ്പോൾ എന്താണ്, ഈ തത്വങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ എന്താണ്, പ്രവചനങ്ങൾ കൃത്യമായിട്ട് വചനം നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് എന്നുകൂടെ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. നമുക്ക് വ്യാഴാഴ്ചത്തെ ഭാഗത്തിലേക്ക് പോകാം. വ്യാഴാഴ്ചത്തെ ഭാഗത്തിൻ്റെ തലവാചകം ആലങ്കാരികമാണോ അതോ അക്ഷരാർത്ഥമാണോ? ആലങ്കാരികമാണോ അതോ അക്ഷരാർത്ഥമാണോ? നമ്മൾ പ്രവചനം പഠിക്കുമ്പോൾ കൈകാര്യം ചെയ്യേണ്ട പ്രധാന പ്രശ്നം ബൈബിൾ ഭാഷ അക്ഷരാർത്ഥത്തിൽ എടുക്കണമോ ആലങ്കാരികമായി എടുക്കണമോ എന്നതാണ് എന്ന് നമ്മൾ തീരുമാനിക്കുകയാണ്. ശരിക്കും ബൈബിളിലെ ചിഹ്നങ്ങൾ, ചിത്രങ്ങൾ എന്നിവ ബൈബിൾ ഉടനീളം എങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു എന്ന് അടിസ്ഥാനപ്പെടുത്തിയാണ് നാം അത് പഠിക്കേണ്ടത്. അല്ലാതെ അടയാളങ്ങൾ ഇപ്പോൾ ലോകം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല എന്ന് നമ്മൾ ഓർക്കണം. നമുക്ക് ചില വാക്യങ്ങളിലൂടെ പോകാം. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 7-ാം വാക്യത്തിൽ നോക്കുമ്പോൾ, രാത്രി ദർശനത്തിൽ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലവും ഉള്ള 4ാമത്തെ മൃഗത്തെ കണ്ടു. മുമ്പേ കണ്ട സകല മൃഗങ്ങളിൽ നിന്നും വ്യത്യാസമുള്ളതായിരുന്നു എന്ന് കാണുന്നു. അപ്പം ശക്തമായ അധികാരമുള്ള ഒരു രാജ്യത്തെ എന്ത് ചെയ്യുന്നു, ഈ മൃഗം പ്രദാനം ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുപോലെ ദാനിയേൽ 7-ന്റെ 24-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ 10 കൊമ്പുകളോ എഴുന്നേൽക്കാനിരിക്കുന്ന 10 രാജാക്കന്മാരാകുന്നു. കൊമ്പുകൾ രാജാക്കന്മാരെ അല്ലെങ്കിൽ അത് രാഷ്ട്രീയ ശക്തികളെ പ്രദാനം ചെയ്യുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. വെളിപ്പാട് 1-ന്റെ 13-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ 7 പൊൻനിലവിളക്കുകൾ ഉണ്ടെന്ന് കാണുന്നു. 1-ന്റെ 16-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ 7 നക്ഷത്രങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ വെളിപ്പാട് 1-ന്റെ 20-ലേക്ക് നമ്മൾ പോകുമ്പോൾ അത് കാണുന്നുണ്ട്. 7 വിളക്കുകൾ എന്ന് പറഞ്ഞാൽ 7 സഭകളാകുന്നു. 7 നക്ഷത്രം എന്ന് പറയുന്നത് 7 സഭകളുടെ ദൂതന്മാരാകുന്നു എന്ന് കാണുന്നുണ്ട്. എഫേസ്യർ 6-ാം അധ്യായം 17-ാം വാക്യത്തിലേക്കും എബ്രായർ 4-ന്റെ 12-ലേക്ക് നോക്കുമ്പോൾ വാൾ ദൈവവചനത്തെ പ്രദാനം ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ 1 പത്രോസ് 5-ാം അധ്യായം 13-ാം വാക്യത്തിലേക്ക് നോക്കുമ്പോൾ നിങ്ങളോടൊപ്പം തിരഞ്ഞെടുക്കപ്പെട്ട ബാബിലോണി സഭയും എന്ന് പത്രോസ് ഉപയോഗിച്ചിരിക്കുന്നു. ദൈവത്തിനെതിരായി മത്സരിക്കുന്ന ബാബിലോണി സഭയുടെ സ്വഭാവമാണ് റോമിനുള്ളതെന്നാണ് ഇവിടെ പത്രോസ് ഉദ്ദേശിക്കുന്നത്. അപ്പം റോമും ബാബിലോണും ഒന്നല്ലെങ്കിലും റോമിൻ്റെയും ബാബിലോണിൻ്റെയും സ്വഭാവം എന്താണ്? ഒന്നാണ്. ദൈവത്തോട് മത്സരിക്കുക എന്നതാണ്, എതിർത്ത് നിൽക്കുക എന്നതാണ് അവരുടെ രണ്ടുപേരുടെ സ്വഭാവം എന്ന് പറയുന്നുണ്ട്. അപ്പം അക്ഷരാർത്ഥത്തിലാണോ നമ്മൾ ഈ പ്രവചനങ്ങൾ എടുക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ആലങ്കാരികമായോ എടുക്കേണ്ടതെന്ന് തിരിച്ചറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ആ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളുടെ തീർച്ചയായിട്ടും ബൈബിളിലെ എല്ലാ പ്രവചനവും ബൈബിളിലെ വാക്യങ്ങളുമായിട്ട് തന്നെ താരതമ്യപ്പെടുത്തി പോകേണ്ടതാണ്. അപ്പോൾ നമുക്കിതെല്ലാം മനസ്സിലാകുന്നതാണ് അല്ലേ. 7 നിലവിളക്കുകളെ കുറിച്ച് പറയും, 7 നക്ഷത്രങ്ങളെ കുറിച്ച് ആ അധ്യായത്തിൽ തന്നെ അത് എന്താണെന്ന് വളരെ വിശദമായി കൊടുത്തിരിക്കുന്നതായിട്ട് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. ശരിക്കും നമ്മൾ എന്താണ് ഈ ചിഹ്നങ്ങളും ചിത്രങ്ങളും എല്ലാം എടുത്തുകൊണ്ട് ഇപ്പോൾ ലോകം എങ്ങനെയാണ് ആ ചിഹ്നവും ചിത്രം ഉപയോഗിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി പ്രവചനം പഠിക്കാതെ ബൈബിളിലെ പ്രവചനങ്ങളിൽ കൊടുത്തിരിക്കുന്ന ആലങ്കാരികമായ കാര്യങ്ങൾ അത് അക്ഷരാർത്ഥമാണോ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി
ബൈബിൾ വാക്യങ്ങളിൽ തന്നെ ശോധന ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാ ഡൗട്ടും അവിടെ ക്ലിയർ ചെയ്യപ്പെടുമെന്ന് മനസ്സിലാകുന്നുണ്ട്. ഈ പ്രതീകാത്മകമായി കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ നാം മനസ്സിലാക്കണമെന്ന് എന്ത് ചെയ്യണം? ദൈവവചനത്തിലേക്ക് തന്നെ നമ്മൾ തിരിക്കണം എന്ന്, അല്ലെങ്കിൽ ഇറങ്ങിച്ചെല്ലണമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ പ്രാർത്ഥനയോടുകൂടി സമയം കണ്ടെത്തി പഠിക്കുകയാണെങ്കിൽ എന്താണ് ഇങ്ങനെ പഠിച്ചെടുക്കേണ്ടത്? നമുക്ക് തീർച്ചയായും എന്താവശ്യമാണ്? സമയം ആവശ്യമാണ് എന്നത് വളരെ നിജസ്ഥിതിയാണ് അല്ലേ. ബൈബിൾ പഠിക്കുമ്പോൾ നമ്മൾ സ്വയം നിഗമനത്തിലും അല്ലെങ്കിൽ ഒരു മുൻവിധിയോടുകൂടിയും പ്രവചനങ്ങൾ പഠിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ലോകത്തിൽ ഇപ്പോൾ കേൾക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വെച്ച് മാത്രം ബൈബിൾ പഠിക്കുകയാണെങ്കിൽ എന്താണ് നമ്മളത് പഠിക്കുന്ന രീതിയും അതിനെ വ്യാഖ്യാനിക്കുന്ന രീതിയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയും തെറ്റായി പോകുമെന്ന് ഈ വാക്യങ്ങളോടെല്ലാം നമുക്കിപ്പോൾ മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇത്ര നേരം കേട്ടതനുസരിച്ച് നമ്മൾ വചനം എങ്ങനെ പഠിക്കണം? എപ്പോഴും മനസ്സിലാക്കി പഠിക്കണം. ദൈവത്തെയും ദൈവത്തിൻ്റെ ഉദ്ദേശത്തെയും മനസ്സിലാക്കി തരുന്നതാണ് ബൈബിളിലെ തിരുവെഴുത്തുകളും പ്രവചനങ്ങളും എന്ന് നമ്മൾ അറിയുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് വേണം പഠിക്കേണ്ടതെന്ന് നമ്മൾ ഇന്നത്തെ പാഠത്തിൽ കണ്ടു കഴിഞ്ഞു. നമുക്ക് വെള്ളിയാഴ്ചത്തെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ സിസ്റ്റർ വൈറ്റ് എഴുതിയ ദ ഗ്രേറ്റ് കോൺട്രവേഴ്സി, വൻ പോരാട്ടം എന്ന ബുക്കിലെ അമേരിക്കക്കാരനായ ഒരു നവീകരണ കർത്താവ് എന്ന ഭാഗത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ അതിൻ്റെ സെക്കൻഡ് പാരഗ്രാഫ് ഈ പാഠത്തിൽ തന്നെ നോക്കി പോകുന്നതാണ്. പേജ് നമ്പർ 341 and 42. സഭയുടെ അനുഭവത്തിൽ ആഴത്തിലുള്ളതും രോമാഞ്ചം കൊള്ളുന്നതുമായ രംഗങ്ങൾ യോഹന്നാന് തുറക്കപ്പെട്ടു. ദൈവജനത്തിൻ്റെ സ്ഥിതിയും അപകടങ്ങളും സംഘടനകളും അവസാന വിമോചനവും അദ്ദേഹം കണ്ടു. ഭൂമിയിലെ വിളവ് ഭാവമാകുന്നതിന് അന്ത്യദൂതുകൾ അദ്ദേഹം രേഖപ്പെടുത്തി. ഒന്നുകിൽ സ്വർഗീയ കളപ്പുരയിലെ കറ്റകളായി, അല്ലെങ്കിൽ നാശത്തിൻ്റെ തീക്കുള്ള വിറകുകെട്ടുകളായ കൊയ്ത്ത് നടക്കും. അത്യന്തം പ്രധാനമുള്ള വിഷയങ്ങൾ അദ്ദേഹത്തിന് വെളിപ്പെട്ടു. അവസാന സഭയെക്കുറിച്ച്, പ്രത്യേകിച്ച് തെറ്റിൽ നിന്നും സത്യത്തിലേക്ക് വരുന്നവരെ വരാനിരിക്കുന്ന പ്രാണഹാനിയെക്കുറിച്ചും സംഘടനകളെക്കുറിച്ചും ഉപദേശിക്കേണ്ടതിനും വെളിപ്പെടുത്തപ്പെട്ടു. ഭൂമിക്ക് എന്ത് ഭവിക്കും എന്നതിനെപ്പറ്റി ആരും അജ്ഞർ ആയിരിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. അപ്പോൾ ഇതെന്താണ്? എല്ലാം എന്താണ് ഓൾറെഡി വെളിപ്പെടുത്തി. ഈ ഭൂമിയിൽ ഇനി അവസാനം വരെ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യങ്ങൾ ഓൾറെഡി വെളിപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ്. അപ്പം നമ്മൾ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് പഠിക്കുമ്പോൾ എന്താണ് ലോകത്തിൽ പറയുന്നത് പോലുള്ള കാര്യങ്ങളിലേക്ക് പോകാതിരുന്നാൽ ദൈവം എന്താണ് ഭൂമിയിൽ നിറവേറ്റുന്നത് എന്ന് നമുക്ക് കൃത്യമായും മനസ്സിലാക്കാൻ കഴിയുന്നതാണെന്ന് ഈ പാരഗ്രാഫിൽ നിന്നുകൂടെ നമുക്ക് വ്യക്തമാണ്. നമുക്ക് ചർച്ചയ്ക്കുള്ള ചോദ്യത്തിലെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുമ്പോൾ, എന്തുകൊണ്ടാണ് സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പിനെന്ന് പൗലൂസിൻ്റെ വാക്കുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്? 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5:21 വാക്യമാണ്. സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പിൻ. എന്തുകൊണ്ടാണ് ഈ പൗലൂസിൻ്റെ ഈ വാക്കുകൾ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്ന് കൊടുത്തിരിക്കുന്നു? ശരിക്കും എന്താണ്? ഈ ലോകത്തിലെ ജ്ഞാനം മാത്രം കൊണ്ട് ബൈബിൾ വ്യാഖ്യാനിക്കുന്നവർ അനേകരാകുന്നു അല്ലേ. നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ വ്യാഖ്യാനം ചിലപ്പോൾ എന്താണ് നമുക്ക് നല്ലതായി തോന്നാറുമുണ്ട്. പക്ഷെ എന്താണ് ഈ വ്യാഖ്യാനങ്ങളെല്ലാം തെറ്റാണ്. ഈ പ്രവചന വ്യാഖ്യാനങ്ങളെല്ലാം തെറ്റാണ് നമ്മൾ മനസ്സിലാക്കണം. ഇത് തിരുവെഴുത്തിൻ്റെ തെറ്റായ നിഗമനത്തിലേക്ക് എത്തിക്കുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് സകലവും ശോധന ചെയ്താണ് നമ്മൾ നല്ലത് മുറുകെ പിടിക്കേണ്ടത്. അപ്പോൾ ബൈബിൾ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ ശോധന ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുന്നു? അതിനാൽ തിരുവെഴുത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ശോധന ചെയ്ത് ശരിയായ വിശ്വാസം നിലനിർത്തി രക്ഷയിലേക്ക് നയിക്കപ്പെടേണ്ടതാണ് എന്ന് ഈ ഭാഗത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കുക. ബൈബിളിലെ തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഠിക്കുക. പ്രവചനങ്ങളും തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് മാത്രം പഠിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു? പ്രവചനങ്ങളും തിരുവെഴുത്തുകളും എല്ലാം നന്നായിട്ട് പഠിക്കാൻ കഴിയുമെന്ന് നമ്മൾ ഈ ഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കി. ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് ഈ പാഠപഠനത്തിൻ്റെ അവസാനമായി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. മഹോന്നത വാസം ചെയ്യുന്ന ദൈവമേ, അങ്ങയുടെ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾക്ക് ഈ പാഠത്തെ അവിടെ നിന്ന് മനസ്സിലാക്കി തന്നതിനാൽ നന്ദി അർപ്പിക്കുന്നു കർത്താവേ. നമ്മളിത് പഠിച്ച പ്രകാരം കർത്താവെ, ലോകത്തിൽ പല പ്രവചനങ്ങളും പല രീതിയിൽ നടക്കുന്നുണ്ടെങ്കിലും അതിലേക്കൊന്നും വഴിതെറ്റിപ്പോകാതെ പല കാര്യങ്ങളും ശരിയായി ചിലപ്പോൾ തോന്നുമെങ്കിലും അതെല്ലാം തെറ്റാണെന്ന് ഇപ്പോൾ മനസ്സിലായി കഴിഞ്ഞു കർത്താവെ. ദൈവമേ, തിരുവചനത്തിൽ നിന്ന് തന്നെ സമയം കണ്ടെത്തി
അത് ബൈബിൾ പ്രവചനങ്ങളും തിരുവെഴുത്തുകളും വിശദമായി പഠിക്കേണ്ടതിനും ദൈവം നമുക്ക് സാധ്യമാക്കി തന്ന, യേശു നമുക്ക് ക്രൂശിൽ സാധ്യമാക്കി തന്ന ആ രക്ഷയിലേക്ക് നാം ഓരോരുത്തരും എത്തപ്പെടേണ്ടതിനും പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ ഏവരെയും നയിക്കുമാറാകണമേ. ഈ ക്വാർട്ടർ മുഴുവൻ പഠിക്കുന്ന പാഠങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ പാഠങ്ങളും പഠിക്കുന്ന അനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താൻ പഠിക്കുന്ന ഓരോരുത്തരെയും പഠിപ്പിക്കുന്ന ഓരോരുത്തരെയും അവിടെ നിന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തെറ്റുകളും കുറ്റങ്ങളും എല്ലാം ക്ഷമിച്ച് പ്രാർത്ഥന കേൾക്കുമാറാകണമെന്ന് യേശു ക്രിസ്തു നാമത്തിൽ താഴ്മ യാചിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കണം പ്രിയ പിതാവേ. ആമീൻ. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.